പാലക്കാട് വാളയാറിൽ അതിഥി തൊഴിലാളി രാംനാരായൺ ഭാഗേലിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ RSSനെതിരെ ഗുരുതര ആരോപണവുമായി CPIM. ആൾക്കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ RSS എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വെറും ആൾക്കൂട്ടക്കൊലയല്ലെന്നും പിന്നിൽ സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയമെന്നും മന്ത്രി MB രാജേഷും പ്രതികരിച്ചു. അതിഥി തൊഴിലാളിയായ ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായൺ ഭയ്യാലിനെ ആൾക്കൂട്ട വിചാരണ നടത്തി കൊലപ്പെടുത്തിയതിൻ്റെ പിന്നിൽ സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയമാണ്. ബംഗ്ലാദേശി എന്ന് ആരോപിച്ചുകൊണ്ടാണ് തൊഴിൽ തേടിയെത്തിയ ആ യുവാവിനെ അറിയപ്പെടുന്ന RSS പ്രവർത്തകരടങ്ങുന്ന സംഘം വിചാരണ ചെയ്തതും ക്രൂരമായി ആക്രമിച്ചതും. സംഘപരിവാർ രാജ്യമാകെ പടർത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ വംശീയ വിഷത്തിൻ്റെ ഇരയാണ് രാംനാരായൺ ഭയ്യാൽ. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്നും രാംനാരായണന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം രാംനാരായൺ ഭാഗേലിന്റെ മൃതദേഹം ജന്മനാടായ ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകും. തൃശൂർ ജില്ലാ കളക്ടറേറ്റിൽ രാംനാരായണന്റെ കുടുംബവുമായി മന്ത്രി കെ രാജൻ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളെയും വെറുതെ വിടില്ല. പഴുതടച്ചിട്ടുള്ള അന്വേഷണമായിരിക്കും അതുമായി ബന്ധപ്പെട്ട് നടത്താൻ വേണ്ടി പോകുന്നത്. അതിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പിന്നോട്ട് പോക്കുമില്ല. ഇതൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണെന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിധിയിൽ നിന്ന്, ദുരിതാശ്വാസ നിധിയിൽ നിന്ന്, CMDRFൽ നിന്നുള്ള സഹായം ക്യാബിനറ്റ് ഗൗരവമായി കണക്കാക്കും. ചർച്ചയിൽ 10 ലക്ഷം രൂപയിൽ കുറയാത്ത സഹായം വേണം എന്ന് ബന്ധപ്പെട്ടവർ ആലോചിച്ചു. ബന്ധപ്പെട്ടവർ അഭിപ്രായം രേഖപ്പെടുത്തി. അക്കാര്യം ആ ഗൗരവത്തോടു കൂടി തന്നെ കണക്കിലെടുത്തുകൊണ്ട് ക്യാബിനറ്റിൽ അവതരിപ്പിച്ച് ആവശ്യമായിട്ടുള്ള സൗകര്യവും സഹായവും ചെയ്തു കൊടുക്കും എന്ന് തന്നെ ബന്ധപ്പെട്ടവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.